വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയേക്കും. നീക്കം മദ്യനയത്തിലെ കോഡ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ. ബാർ കോഡ് ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമാകുന്നു. പ്രതിഷേധത്തിന് രൂപം നൽകാൻ ഇന്ന് UDF യോഗം. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നടപടി. എല്ലൂരിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറെ സ്ഥലം മാറ്റി. പകരം റീജിയണൽ ഓഫീസിലെ സീനിയർ എഞ്ചിനീയർക്ക് ചുമതല. പന്തീരങ്കാവ് നവവധുവധ ശ്രമക്കേസിൽ പ്രതിയെ സഹായിച്ച പോലീസുകാരൻ ഒളിവിൽ. ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും ഹാജരായില്ല. വ്യക്തിഹത്യക്കെതിരെ പരാതി നൽകി രാഹുലിന്റെ അമ്മയും സഹോദരിയും. അവയവക്കടത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് ഇടത്തല സ്വദേശി സജിത് ശ്യാം. മുഖ്യ സൂത്രധാരന്മാരുടെ അക്കൗണ്ടിലേക്ക് സജിത് നടത്തിയത് ലക്ഷങ്ങളുടെ ഇടപാടുകൾ. തൃശൂരും പാലക്കാടും ഹൈദരാബാദും കേന്ദ്രീകരിച്ച അന്വേഷണം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കല്ലാർകുട്ടി, പാംബ്ല ഡാമുകൾ തുറക്കും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. ഡൽഹി അടക്കം 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിധിയെഴുത്ത്. ഒഡീഷയിൽ 42 നിയമസഭാ മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിൽ. വിശദാംശങ്ങളിലേക്ക് നോക്കാം. പെരിയാറിലെ